കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായിട്ട് മനുഷ്യ സ്വഭാവത്തിൽ വന്നിട്ടുള്ള രണ്ട് അടിസ്ഥാനപരമായിട്ടൊരു മാറ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 30 കൊല്ലത്തിന് മുൻപുള്ളൊരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥി, അയാൾക്ക് സന്തോഷം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സുഹൃത്തുക്കളുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങുക, എല്ലാവരും കൂടെ എവിടെയെങ്കിലും യാത്ര പോവുക, അല്ലെങ്കിൽ കളിക്കാൻ പോവുക, സിനിമ കാണാൻ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇന്നത്തെ കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയും ആവശ്യമില്ല വിനോദം ലഭിക്കാൻ വേണ്ടി. ഒരു ഡിജിറ്റൽ ഉപകരണം കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം സ്വന്തം മുറിക്കുള്ളിൽ ഇരുന്ന് മറ്റാരുടെയും സഹായമില്ലാതെ വിനോദം ആസ്വദിക്കാനുള്ളൊരു സാഹചര്യം വരുന്നു. ഇതിന് സമാന്തരമായി സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഡിജിറ്റൽ വിപ്ലവം വന്നതോടുകൂടി ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതം താരതമ്യങ്ങളില്ലാത്ത വിധം സുഖകരമായി മാറി എങ്കിൽ പോലും മനുഷ്യ സ്വഭാവത്തിൽ ഒരു അക്ഷമയും എടുത്തുചാട്ട സ്വഭാവവും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ 30 കൊല്ലത്തിന് മുൻപ് ഒരു സിനിമ കാണണമെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയി നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് റിസർവ് ചെയ്ത് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ലാന്നിരിക്കും. ഒരുപക്ഷെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ പോയി നിന്ന് കാത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തേ പറ്റൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആശയം ആരോടെങ്കിലും അറിയിക്കണമെങ്കിൽ, ആരോടെങ്കിലും ഒരു ഇഷ്ടം പ്രകടിപ്പിക്കണമെങ്കിൽ പോലും പല രീതികളിൽ സമയമെടുത്ത് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഈ പറഞ്ഞതെല്ലാം നിമിഷാർത്ഥം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഈ 30 കൊല്ലം മുമ്പുള്ള കാലത്തെ ഒരു പ്രത്യേകത, മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതും തമ്മിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം സഫലമാകാം, സഫലമാവാതിരിക്കാം. ഈ രണ്ട് സാധ്യതകളുമായിട്ടും സമരസപ്പെടാൻ നമ്മുടെ തലച്ചോറിന് കഴിയുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സിനിമയ്ക്ക് പോകുന്നു, ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ അടുത്ത ഏതെങ്കിലും കാര്യത്തിന് പോകാം, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, പലരും ഇങ്ങനെ ഈ എടുത്തുചാട്ട സ്വഭാവത്തിലുള്ള അക്രമങ്ങൾ, ഇപ്പോൾ പ്രണയം നിരസിച്ചതിന് കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു അല്ലെങ്കിൽ കുത്തിക്കൊന്നു, അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇപ്പോൾ വീട്ടിൽ ഒരുപക്ഷെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ആ ആഗ്രഹം നിഷേധിക്കപ്പെടുമ്പോൾ തൂങ്ങിച്ചാകാൻ പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം നിഷേധിക്കപ്പെടുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും തലയടിച്ചു പൊട്ടിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കാണുന്നു. അപ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ ഈ അക്ഷമ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ താങ്കൾ ചോദിച്ചതുപോലെ ഈ ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നൊരു സൗകര്യം പെട്ടെന്നൊരു ദിവസം പിൻവലിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ളൊരു പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമം, ഈ സമ്പൂർണ്ണ നിരോധനമെന്ന ഈ നിയമം നടപ്പിലാക്കുന്നതിൽ വലിയ വെല്ലുവിളി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ആദ്യമേ തന്നെ ഇന്ന ദിവസം തൊട്ട് ഇത്തരം കാര്യങ്ങൾ ലഭ്യമാകുകയില്ല എന്നൊരു അറിയിപ്പ് കൊടുക്കുകയും ഘട്ടം ഘട്ടമായിട്ട് ഇതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരാൻ വേണ്ട മനഃശാസ്ത്രപരമായ നിർദ്ദേശങ്ങൾ, വിദ്യാഭ്യാസപരമായ നിർദ്ദേശങ്ങൾ, അത് തീർച്ചയായിട്ടും അറിവുള്ള ആളുകളെ കൊണ്ടും വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടി വരും. അങ്ങനെ പതിയെ പതിയെ ഒന്ന് ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ പ്രായോഗികമായിട്ടുള്ള രീതി. പെട്ടെന്നൊരു ദിവസം ഇതങ്ങ് എടുത്തു മാറ്റുക എന്നുള്ളത് അസാധ്യമാണ്. പെട്ടെന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് പലപ്പോഴും ബിഹേവിയറൽ അഡിക്ഷൻ, സ്വഭാവ സംബന്ധമായ അടിമത്വം എന്നൊരു പ്രതിഭാസം ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മളൊരു പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നു, ക്രമേണ കൂടുതൽ സന്തോഷം കിട്ടാൻ വേണ്ടി ആ പ്രവൃത്തി കൂടുതൽ സമയം നമ്മൾ ചെയ്യുന്നു, ഒടുവിൽ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന ഏക പ്രവൃത്തിയായിട്ട് ഇത് മാറുന്നു. ഈ അവസ്ഥയാണ് സ്വഭാവ സംബന്ധമായ അടിമത്വം. ഒരു ലഹരി അടിമത്വത്തിന് സമാനമായ മസ്തിഷ്ക വ്യതിയാനങ്ങൾ ഈ സ്വഭാവ സംബന്ധമായ അടിമത്വമുള്ള ആളുകളുടെ തലച്ചോറിൽ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് എല്ലാ ദിവസവും മദ്യപിക്കുന്ന ഒരാൾ പെട്ടെന്ന് മദ്യം കിട്ടാതെ ആയാൽ ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, വിഡ്രോവൽ സിംറ്റംസ് വരും എന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരു ദിവസം ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അമിത ദേഷ്യം, ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ് എന്നിവ തൊട്ട് വിഷാദവും ആത്മഹത്യാ പ്രവണതയും അടക്കമുള്ള സംഗതികൾ ഒരു ചെറിയ ശതമാനം കുട്ടികളിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ഈ കുട്ടികളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, അവർക്ക് ഒരു പ്രതിരോധ സ്വഭാവമുള്ള മാനസികാരോഗ്യ ഇടപെടലുകൾ നൽകുകയും ചെയ്തതിന് ശേഷം വേണം ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സംഗതി. രണ്ടാമത്തേത്, ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത പലരും സൂചിപ്പിച്ച പോലെ ഈ കുട്ടികൾക്കൊരു ഫേക്ക് ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കയറാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏത് സാമൂഹ്യ മാധ്യമങ്ങളിലും കയറി അത് ഉപയോഗിക്കുക എന്നുള്ളൊരു സ്ഥിതിവിശേഷം കുട്ടികൾ തുടരാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. പക്ഷേ ഇതിനെ മറികടക്കാനായിട്ട് ഒരുപക്ഷെ ഇതിൽ കയറുന്ന ആളുകളുടെ ഫേസ് റെക്കഗ്നിഷൻ അടക്കം അല്ലെങ്കിൽ ഐറിസ് റെക്കഗ്നിഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
അതുണ്ടാക്കുന്ന ഒരു സ്വകാര്യത ഭഞ്ജനം, അതിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രത്യാഘാതങ്ങൾ. ഇപ്പോൾ ഓരോ വ്യക്തിയുടെയും സർവത്ര ഡേറ്റയും ഈ പറയുന്ന ഈ സാമൂഹ്യ മാധ്യമ മുതലാളിമാർക്ക് ലഭിക്കുകയും അത് പല രീതിയിലും കച്ചവടത്തിന്, വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു സാഹചര്യം സംജാതമാവുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യവും നമ്മുടെ രാജ്യവും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുള്ളത്. ഒന്ന്, ഓസ്ട്രേലിയയിൽ ജനസാന്ദ്രത കുറവാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സംവിധാനങ്ങളും വളരെ ചിട്ടയോടെ അവിടെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിലെ ഒരു വൈദ്യശാസ്ത്ര സംവിധാനം എന്ന് പറയുന്നത് വാക്സിനേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനായിട്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഉണ്ടാവും. ആ പബ്ലിക് ഹെൽത്ത് നേഴ്സിന് ഒരു 10 ചോദ്യങ്ങൾ അടങ്ങുന്നൊരു ചോദ്യാവലി നൽകിയിട്ടുണ്ടാവും. ഈ കുട്ടികളുടെ വളർച്ചയും വികാസവും ഒക്കെ പ്രായത്തിന് അനുസൃതമാണോ എന്ന് തിരിച്ചറിയാനാണ്. കുട്ടി നേത്രബന്ധം സ്ഥാപിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർക്ക് ഒബ്സർവ് ചെയ്തിട്ട് അതിൽ ഏതിലെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ കുട്ടി ഏത് പ്രദേശത്തു നിന്നാണോ വരുന്നത് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ അധിപനായ മെഡിക്കൽ ഓഫീസറിന് ഈ നേഴ്സ് ഒരു മെസ്സേജ് അയക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ആ ഡോക്ടർ ആ കുട്ടിയെ കാണുന്നു. കൂടുതൽ വിശകലനം വേണമെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ്, ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റിനോ അതുപോലെയുള്ള സ്പെഷ്യലിസ്റ്റിനെ അയക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു അംഗവൈകല്യമുണ്ട് അല്ലെങ്കിൽ ഒരു ബൗദ്ധിക പിന്നാക്കാവസ്ഥയുണ്ട് എങ്കിൽ ഒരു 2 കൊല്ലക്കാലത്തെ നിർബന്ധിതമായിട്ടുള്ള ഒരു പരിശീലനത്തിലൂടെ ഈ കുട്ടികളെല്ലാം കടന്നു പോയിട്ടാണ് അവർ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിൽ അത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ജനസാന്ദ്രതയുടെ ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും ഇതുപോലെയുള്ള വെല്ലുവിളികൾ നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ടാകും. ഓസ്ട്രേലിയക്കാർക്ക് അത് സാധിച്ചാൽ പോലും ഇവിടെ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് കൂടെ ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ടതുണ്ട്.